കവായി പെൻ ഹോൾഡർ ഉണ്ടാക്കിയാലോ? എന്നാൽ വേഗം തന്നെ ഒരു പേപ്പർ എടുത്ത് വന്നോളൂ. ഇതേപോലെ വെട്ടിയെടുത്തിട്ട് കാർഡ്ബോർഡിനെ നമ്മൾ ഈ ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുക്കണം. അതിനുശേഷം അറ്റങ്ങളൊക്കെ മാസ്കിംഗ് ടാപ്പ് വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും. പേസ്റ്റൽ കളർ വെച്ച് പെയിൻറ്റ് ചെയ്യാനാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. അതായിരിക്കും ഏറ്റവും ഭംഗി നൽകുന്നത് നമ്മുടെ ഓരോ ഐറ്റത്തിനും. അതുപോലെ തന്നെ ഒരു ബോക്സ് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. നമ്മുടെ ഫേസ് വാഷിൻ്റെയോ മറ്റോ ഏതെങ്കിലും ഒരു ബോക്സ് സെറ്റ് ചെയ്യുക. പിന്നെ ചെവിക്കും മറ്റും എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഡാർക്ക് കളർ കൊടുക്കാൻ നോക്കാം. പിന്നെ കണ്ണും മൂക്കും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായിരുന്ന സൈറ അവളുടെ അനിയത്തിക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംറ ഹായ്. പിന്നെ നമ്മുടെ ഗിവയുടെ കാര്യം മറക്കരുത് ആരും. ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ. നമ്മുടെ ഗിവവേ വിന്നർ ആരാന്നുള്ളത് പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. 1000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുവരെ വീഡിയോക്ക് എല്ലാവരും കമൻറ്റ് ഇടണം. അപ്പോൾ നമ്മുടെ കവായി പെൻ ഹോൾഡർ പെട്ടെന്ന് തന്നെ സെറ്റാവാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പെയിൻറ്റ് ഇല്ല അല്ലെങ്കിൽ കളർ പേപ്പർ ഇല്ല എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിലുള്ള ഐറ്റം വെച്ചിട്ട് നമുക്കൊരു പെൻ ഹോൾഡർ തയ്യാറാക്കാം.